ഹലോ, എന്തെടുക്കുവാണ് എല്ലാവരും? അപ്പോൾ ഇന്നത്തെ ടിപ്സ് കേൾക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് കേൾക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഒന്നിങ്ങോട്ട് വരിക. ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമല്ലേ, എത്ര പ്രായമായാലും പ്രായം കുറഞ്ഞവർക്കാണല്ലോ ഒരു ആഗ്രഹമാണ് നമ്മുടെ സ്കിന്നൊന്ന് നല്ലതായിട്ട് ഗ്ലോ ചെയ്ത് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ചെയ്ത് നിൽക്കണം അല്ലേ. ആ ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് നല്ലതായിട്ട് നമ്മുടെ മുഖം ഒന്ന് തിളങ്ങി നിൽക്കണം. കാരണം എല്ലാവരും നോക്കുന്ന ആദ്യമേ നമ്മുടെ മുഖത്തോട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ മുഖത്താണല്ലോ കണ്ണിനടിയിലെ കറുപ്പും അതുപോലെ തന്നെ എന്താ പറയുക ചുളിവുകളും ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും എന്ന് പറഞ്ഞാൽ കരിമങ്കല്യവും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറി നിൽക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ ആ ഒരു ദിവസമെങ്കിലും നന്നായിട്ടൊന്ന് തിളങ്ങി നിൽക്കണ്ടേ. അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം വീഡിയോയിലൊക്കെ കാണത്തില്ലേ, കൊറിയൻ ഗ്ലാസ് സ്കിന്ന് എന്നൊക്കെ പറഞ്ഞോലെ, അത്രയും ഗ്ലാസ് സ്കിന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ഗ്ലോയിങ് കാര്യങ്ങളും ഉള്ള ഒരു സ്കിന്ന്, പ്രത്യേകിച്ച് ഗ്ലോ സ്കിന്നും ഒക്കെ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റൻ സ്കിന്നും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആ ഒരു സ്കിന്നിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു തെളിച്ചവും ഒരു എന്താ പറയുക ഒരു മിനിമിനിപ്പും ഒക്കെ ഉള്ള ഒരു തുടിപ്പും ഒക്കെ ഉള്ള ഒരു സ്കിന്ന് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞിരുന്ന മസാജ്, കവിള് തുടുക്കാനുള്ള മസാജൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. എനിക്ക് എന്തൊരു തിളക്കമാണെന്ന് നോക്കി, നല്ല രീതിയിൽ കണ്ടോ. കണ്ടോ, നല്ലൊരു തിളക്കമില്ലേ മുഖത്ത്. അപ്പം ഞാനൊക്കെ വേണ്ടേ എന്നും നമ്മുടെ കവിള് തുടുക്കാനുള്ള മസാജൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പല്ലില്ലാത്ത ആളാണ് ഞാൻ, ഓർത്തോണേ. അപ്പം ഞാൻ എന്നും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കവിളൊക്കെ നല്ലതായിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എന്തായാലും പോകുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ആ ഒരു കവിള് തുടുക്കാനുള്ള മസാജൊക്കെ മസ്റ്റായിട്ടും ചെയ്തു പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ പിന്നെ കുറേ പേരോട് വാട്സപ്പിൽ വന്ന് പറയുന്നൊരു കാര്യം എന്താണെന്ന് പറയാം, എവിടെയെങ്കിലും എന്താ പറയുക നമ്മുടെ കല്യാണ വീടുകളിലോ അതുപോലെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും എല്ലാവരും പിന്നെ ഈ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് കാരണം അതുപോലെ ഈ ഒരു കരിമംഗല്യം കാരണമൊക്കെ എപ്പോഴും നിൻ്റെ മുഖം എന്നെ അങ്ങനെ ഇരിക്കുന്നത്, നിൻ്റെ മുഖം എന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, നിൻ്റെ മുഖം അപ്പടി കറുത്തു പോയല്ലോ, നീ നേരത്തേക്കാട്ടും കറുത്തു പോയല്ലോ, നീ അല്ലെങ്കിൽ വണ്ണം വെച്ച് പോയല്ലോ, അല്ലെങ്കിൽ മെലിഞ്ഞു പോയല്ലോ, കണ്ണ് കുഴിഞ്ഞു പോയല്ലോ, ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് ഓരോരുത്തരോട് പറയാറുണ്ട്. ചിലർ കളിയാക്കുന്ന രീതിയിലാണ് പറയുന്നുണ്ട്. നിങ്ങളിതിനെ പറ്റി ഓർത്ത് യാതൊരു കാര്യത്തിലും ടെൻഷൻ ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. പറയുന്നവർ പറയട്ടെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഇവിടെ കുറച്ച് പണി നടക്കുന്നുള്ളതാണ് ഈ ഒച്ച കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു പോവുക. നമ്മൾ ആര് പറയുന്നതും കാര്യമാക്കണ്ട. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചെടുക്കുക. അല്ലാതെ അവരിങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മോൻ കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കരിവാളിച്ചിരിക്കുന്നു, കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, കണ്ണിനടിയിൽ കറുപ്പുണ്ട്, മുടി നരച്ചിരിക്കുന്നു, ഇതെല്ലാം ഒരു മനുഷ്യനെന്ന നിലയിൽ പ്രായമാകുമ്പോൾ എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ മുടി വെളുക്കുന്നതും അതുപോലെ തന്നെ സ്കിന്ന് ചുളുങ്ങുന്നതും എന്താ പറയുക പല ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് വരുന്ന ഓരോരോ കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു പരിധി വരെ നമുക്കതൊക്കെ നിയന്ത്രിച്ച് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തു പോയാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മളത് വേവലാതിപ്പെടുകയോ ടെൻഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ടെൻഷൻ അടിച്ച് വെറുതെ നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതം പാഴാക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ആവശ്യമില്ലാത്ത ടെൻഷന് അവരിത് പറഞ്ഞു ഇവരത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കാതെ നമ്മളെ കെയർ ചെയ്യുക, മുമ്പോട്ട് പോവുക. മറ്റുള്ളത് എന്തും പറഞ്ഞോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യാനേ പോകണ്ട. അവർക്ക് 100 കുറ്റങ്ങൾ ഉണ്ടായിട്ടായിരിക്കും അവർ നമ്മളെപ്പറ്റി ഓരോന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട, കാര്യമാക്കേണ്ട, സന്തോഷത്തോടെ ഇരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓരോ ആഗ്രഹങ്ങൾ വെച്ച് കൊടുക്കുക, അത് വെച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിരിക്കുന്നതായിരിക്കും. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുമല്ലേ.
എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളുടെ വിലയേറിയ ലൈക്കാണ് എൻ്റെ ഈ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി തന്നെ ലൈക്ക് തരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് പുളിച്ച തൈരാണ് വേണ്ടത്. നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് തൈര്. അപ്പോൾ പുളിച്ച തൈര് തന്നെ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഒരു കാരണവശാലും ഗ്ലിസറിൻ ഡയറക്റ്റ് ഫേസിൽ തേക്കാതിരിക്കുക. എന്തിൻ്റെ കൂടെയെങ്കിലും എന്താ പറയുക, തക്കാളി നീര്, ക്യാരറ്റ് നീര്, അങ്ങനെ എന്തെങ്കിലും പായ്ക്കുകൾ അതിൻ്റെ കൂടെ ഒക്കെ മാത്രം മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. ഒരിക്കലും ഡയറക്റ്റ് തേക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തേക്കുന്നവർ ഒരുപാട് പേരുണ്ട്, ചുണ്ടിലൊക്കെ ഡയറക്റ്റ് തേക്കുന്നവരുണ്ട്. അങ്ങനത്തെ എന്തിൻ്റെ കൂടെങ്കിലും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തേക്കാം. ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ചുണ്ടുകളിൽ തേക്കുവാണെങ്കിൽ വൈകുന്നേരം തേച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ല കളറൊക്കെ കിട്ടും ചുണ്ടിന്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ തേക്കുക, അല്ലാതെ ഡയറക്റ്റ് തേക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കുറച്ച് 2-3 തൊള്ളി എന്ന് പറയാം, 2-3 തൊള്ളി ഒഴിച്ചിട്ട് ഞാൻ ആദ്യം ക്ലെൻസ് ചെയ്യാൻ എടുത്തേക്കുന്ന തൈരും ഗ്ലിസറിനോട് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം എടുത്തത്. പുളിച്ച തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മൾ ക്ലെൻസ് ചെയ്യല്ലേ, അപ്പോൾ മുഖം തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുകൊണ്ട് കൂടെ എല്ലാം അങ്ങ് പൊക്കോളും. നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. അലർജി ഉള്ളൊരു തൈരെടുക്കാം, തൈര് അലർജി ഉള്ളൊരു പാലെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടിലൊന്ന് ഏതാണെങ്കിലും വേണം, എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ കഴുത്തിൽ മുഖത്ത് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത്, കഴുത്തിൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് തൈരായതുകൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഏതാണ് നമ്മുടെ ആ ഒരു ഗ്ലിസറിനും തൈരും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കാം. പിന്നെ തൈരിൽ തൊട്ടിട്ട് വീണ്ടും നമ്മൾ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും അതുപോലെ തന്നെ നല്ലൊരു ക്ലെൻസറും ഒക്കെ ആയിട്ട് തൈരും പാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ക്ലെൻസിങ്ങിനും ചെറിയൊരു മസാജ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിനെ ചെയ്തെടുക്കുക. ഗ്ലിസറിൻ നല്ല രീതിയിൽ നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും നമുക്ക് ഗ്ലിസറിൻ നല്ലതാണ്. എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റിനകത്തും നമ്മുടെ ഈ ഒരു ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, ചേർക്കുന്നതാണ്. അത്രയ്ക്ക് നല്ല ഗുണമാണ് ഗ്ലിസറിന്. പക്ഷേ ഗ്ലിസറിൻ ഡയറക്റ്റ് തേക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ക്ലെൻസ് ചെയ്യുക. നമുക്ക് തുടച്ച് മാറ്റാം. അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ തുടച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എന്താ സാധനങ്ങളെന്ന് നോക്കണ്ടേ. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ തരിതരിപ്പായിട്ടുള്ള പഞ്ചസാര തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോയുടെ ശർക്കര നീര്, കുറച്ച് നീര് നമുക്ക് വേണം, ബാക്കി വെക്കണം പായ്ക്കിടാനായിട്ട്. അടുത്തതായിട്ട് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഹണി. അപ്പം നമ്മുടെ സ്ക്രബ്ബർ റെഡിയായിട്ട് കഴിഞ്ഞു. എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ സ്കിന്നിന് ഗ്ലോ കിട്ടാനായിട്ടും ടാൻ മാറാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ ഉള്ള നല്ലൊരു സ്ക്രബ്ബറാണിത്. അതുപോലെ ഡെഡ് സ്കിന്ന് നന്നായിട്ട് പോകും, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പോകും. അപ്പോൾ നമുക്ക് ആദ്യം മൂക്കിൻ്റെ ഇവിടെ നിന്ന് പുരട്ടി കൊടുക്കാം. ബാക്കി നമുക്ക് പഞ്ചസാര തരികളോട് കൂടി തന്നെ മുഖത്ത് പുരട്ടാം. ഇത് നിങ്ങൾ കഴുത്തിലും ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ മുഖത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. 2 കൈയിലും ഒന്ന് തിരുമ്മിയെടുത്തിട്ട് മൂക്കിൻ്റെ അവിടെയൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പതുക്കെ സ്ക്രബ് ചെയ്താൽ മതി. പഞ്ചസാര ഉള്ളതുകൊണ്ട് ഒരുപാട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യണ്ട. നല്ല രീതിയിൽ നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് പോകും, നല്ലൊരു ഗ്ലോ കിട്ടും. മൂക്കിനെടുത്ത നല്ല രീതിയിലുള്ള ആ ഒരു വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനും നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറച്ച് ചെറിയ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകും. ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണാം, ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. 3 മിനിറ്റെങ്കിലും സ്ക്രബ് ചെയ്തെടുക്കുക.
എന്നിട്ട് നമുക്ക് ഇതൊന്ന് തുടച്ച് മാറ്റാം. അല്ലെങ്കിൽ പോലും നല്ല രീതിയിലൊരു തിളക്കം വരുന്നുണ്ട് നമ്മുടെ മുഖത്തിന്. നല്ലൊരു ഗ്ലാസ് സ്കിന്ന് നമ്മുടെ മുഖത്തിന് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് പോയി, മൂക്കൊക്കെ ഒരു മിനുമിനുപ്പായിട്ടുണ്ട്, ഒരു തിളക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ഓയിലാണ് എടുത്തേക്കുന്നത്. ഒരു വൈറ്റമിൻ ഇ ഓയില്. പിന്നെ ഡ്രൈ സ്കിന്നുകാരൊക്കെയാണ്, അവർക്ക് കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളിയിൽ നിന്ന് കുറച്ച് വളരെ കുറച്ച് ജ്യൂസ്, നമ്മുടെ ഗ്ലിസറിൻ, അതുപോലെ തന്നെ ഒരു 2-3 തുള്ളി ഗ്ലിസറിൻ. അപ്പോൾ ഇത് മസാജിങ് ഓയിലായി. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കുക. ഒത്തിരി മസാജ് ചെയ്യുക. അപ്പം ഞാൻ ഫേസ് മസാജ് മാത്രമാണ് കാണിക്കുന്നത്, നെക്കിലോട്ട് മസാജ് ചെയ്യുന്നില്ല. അപ്പം ഞാനിത് മസാജ് കൊടുക്കുവാണ്. ഞാനീ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മസാജ് കൊടുക്കാം. ഈ ഒരു മസാജ് കൊടുക്കുക നമ്മുടെ റിങ്കിൾസൊക്കെ കുറയാൻ നല്ലതാണ്. നമ്മുടെ ഈ ഒരു ഗ്ലിസറിനൊക്കെ റിങ്കിൾസ് കുറയാൻ നല്ലതാണ്. തക്കാളി നീര് നല്ലതാണ്. വൈറ്റമിൻ ഇ ഓയിൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക. ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലൊരു നല്ല ഗ്ലോയിങ് ഒരു ഫേഷ്യൽ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് തിളങ്ങിയിരിക്കും. മൂക്കിനടക്കം നന്നായിട്ട് മസാജ് കൊടുക്കുക. ഇത് നമ്മുടെ റിങ്കിൾസ് കുറയാൻ നല്ലൊരു മസാജാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, ഒത്തിരി തവണ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മസാജ്, എല്ലാ മസാജും പൂർണ്ണമായിട്ട് ഞാൻ കാണിച്ചില്ല, ജസ്റ്റ് ഒരു മസാജ് കൊടുത്തു. എന്നിട്ട് നമുക്ക് തുടച്ച് കളയാം. നമ്മുടെ മസാജ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലൊരു പായ്ക്കിട്ട് കൊടുക്കാം അല്ലേ. തക്കാളിയുടെ പൾപ്പ് ബാക്കിയുള്ള നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ റോസ് വാട്ടർ, ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു. പിന്നെ വേണ്ടത് നമ്മുടെ ഹണി ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്നറിയോ, നല്ല നാടൻ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം മുൾട്ടാണി മിട്ടി, വളരെ കുറച്ച് മതി കേട്ടോ. മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊറിയൻ ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ തൈര്. പിന്നെ നമ്മുടെ ഗ്ലിസറിൻ ഒരു 4-5 തുള്ളി. 4-5 തുള്ളി എന്ന് പറയുമ്പോൾ ഒരു ശക്കലം അങ്ങ് വീഴും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു തിളക്കമുണ്ട് നമ്മുടെ മുഖത്തിന്. ഗ്ലിസറിനൊക്കെ കൊണ്ട് നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. എനിക്ക് തന്നെ ഗ്ലോ കിട്ടുന്നുണ്ട്, എനിക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പായ്ക്കിട്ട് കൊടുക്കാം. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം, പിന്നെ തൈരിനൊക്കെ തണുപ്പുള്ള ചെറിയ തണുപ്പുണ്ട്, ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തണുപ്പ് കിട്ടും. അപ്പം നല്ലതായിട്ട് പായ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ വരാനായിട്ടും നല്ല ഗ്ലാസ് സ്കിന്നും കിട്ടാനായിട്ടും നല്ലതാണ്. ഫങ്ഷനൊക്കെ പോയിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് തിളങ്ങാൻ പറ്റും. അപ്പം പോയിട്ട് വരാതെ. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തുടച്ച് മാറ്റാം. ആദ്യം നമുക്കൊന്ന് മസാജ് ചെയ്തെടുക്കാം കേട്ടോ.
നോക്കി എന്തൊരു തിളക്കമാണെന്ന് നോക്കി, നല്ല രീതിയിൽ കണ്ടോ. കണ്ടോ നല്ലൊരു തിളക്കമില്ലേ മുഖത്ത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിലുള്ള തിളക്കം കിട്ടുന്നുണ്ട് കണ്ടോ. അടിപൊളിയാണ്, അടിപൊളി. ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടിയതെന്നാണ് നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്ത് തന്നു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, നമുക്കൊന്ന് സ്കിന്നൊന്ന് ടോൺ ചെയ്യാം. അതിനകത്ത് നമ്മൾ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്, സ്കിൻ ടോണറായിട്ട് ഉപയോഗിക്കുന്ന റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഈ ടോണറൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇങ്ങനെ മസ്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. സ്കിൻ ടോണർ ഇട്ട് കൊടുത്തു. നല്ല രീതിയിലുള്ളൊരു തിളക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട്. ബ്ലീച്ചൊക്കെ ഇട്ടൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ടോണർ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് വലിയാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. സ്കിൻ ടോണർ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തു. കണ്ടോ നല്ലൊരു തിളക്കം നമുക്ക് കിട്ടും നമ്മുടെ ഫേസിന്. ഇത് നല്ല മഴയാണ് കേട്ടോ. എന്താ നല്ലൊരു തിളക്കം നിങ്ങൾക്ക് തോന്നിക്കുന്നില്ലേ? നമുക്കെന്താ കൊറിയക്കാരുടെ ഗ്ലാസ് സ്കിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മുഖം നന്നായിട്ട് തിളങ്ങാനായിട്ടും നല്ല ഗ്ലോ കിട്ടാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക നല്ല ബ്രൈറ്റിങ് കിട്ടാനായിട്ടും നല്ല സ്മൂത്താകാനായിട്ടും റിങ്കിൾസൊക്കെ കുറയാനായിട്ടും ഒക്കെ ഉള്ള നല്ലൊരു ഫേഷ്യലാണ്. സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യലാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി അത് തയ്യാറാക്കാൻ. നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നമുക്ക് പുറത്തോട്ടൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് പോകാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.